അറ്റൻഷൻ പ്ലേസിലേക്ക് സ്വാഗതം. ഇന്ന് നാം ചർച്ച ചെയ്യുന്നത് നടുവേദനയും അതിൻ്റെ വിവിധ വശങ്ങളെയും കുറിച്ചാണ്. നമുക്കൊപ്പം ചേരുന്നു SUT ഹോസ്പിറ്റലിലെ ഓർത്തോ സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ കൈസർ NS സാറാണ്. എത്രയും സ്നേഹപൂർവ്വം നമുക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സർ. നടുവേദനയെക്കുറിച്ചും അതിൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചുമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ എന്താണ് നടുവേദന, അതിൻ്റെ പ്രധാന കാരണങ്ങൾ എന്തൊക്കെയാണ് എന്നതിനെക്കുറിച്ച് തന്നെ പറഞ്ഞു തുടങ്ങാം. നടുവേദന എന്ന് പറയുമ്പോൾ ബാക്ക് ബോണിൻ്റെ ഓരോ കണ്ണിയായിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അത് ഫ്രം സെർവൈക്കൽ സ്പൈൻ മുകളിൽ ഭാഗം തൊട്ട് താഴെ ലംബർ സൈക്രോ കോക്സിക്സ് വരെ വരുന്ന പെയിനാണ് ബാക്ക് പെയിൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ സ്പെസിഫിക്കലി ലോ ബാക്ക് പെയിൻ, താഴത്തെ ലംബോ സാക്രൽ പെയിനെ കുറിച്ചാണ് സംസാരിക്കുന്നത്. അപ്പോൾ ലംബോ സാക്രൽ പെയിൻ്റെ കാരണങ്ങളെന്ന് പറയുമ്പോൾ കുറേ കാരണങ്ങളുണ്ട്. കോമൺ ആയിട്ട് മസിൽ റിലേറ്റഡ് ആയിട്ട് വരാം, ലിഗമെൻറ്റ് റിലേറ്റഡ് ആയിട്ട് വരാം, ബോൺ റിലേറ്റഡ് ആയിട്ട് വരാം, പിന്നെ ഡിസ്പ്രലാപ്സ് ആയിട്ട് വരാം, പിന്നെ വേറെ അതിൻ്റെ ചുറ്റോട്ടുള്ള ഓർഗൻസ്, കിഡ്നി റിലേറ്റഡ് ആയിട്ടുള്ള പെയിൻസ്, പിന്നെ ഫീമെയിൽസിൽ ഗൈനക് റിലേറ്റഡ് പ്രോബ്ലംസ്, ഇതൊക്കെ നടുവേദനയായിട്ട് തന്നെ വരാം. പിന്നെ നോക്കുമ്പോൾ നമുക്ക് ചില ഇൻഫെക്റ്റീവ് കണ്ടീഷൻസ് ഒക്കെ ഉണ്ട്. ഇൻഫെക്ഷനായിട്ട് വരുന്നതൊക്കെ ലൈക്ക് ട്യൂബർക്ലോസിസ്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ, ഇതൊക്കെ നടുവേദനയായിട്ട് സ്പൈനിൽ തന്നെ വരാം. പിന്നെ ക്യാൻസർ പോലത്തെ രോഗങ്ങൾ, ആ രോഗങ്ങളും നടുവേദനയെ ബാധിച്ചിട്ട് വരാം. ഇല്ലെങ്കിൽ മുമ്പ് വേറെ ക്യാൻസർ ഉണ്ടായിരിക്കുന്ന പേഷ്യൻസിന് ചിലപ്പോൾ സെക്കൻഡറി ആയിട്ട് സ്പൈനിൽ സെക്കൻഡറീസ് ആയിട്ട് വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ എക്സ്പ്ലനേഷൻ ഇത് നമുക്ക് ഡിസ്പ്രലാപ്സിനെ കുറിച്ചിട്ട് ഒരു കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് പറയുന്നത് ഡിസ്പ്രലാപ്സ് എന്നുള്ളത്. അതിപ്പോൾ ഭയങ്കര കോമൺ ആണ്. ബിക്കോസ് ഇപ്പോൾ ആൾക്കാരുടെ ജോലിയൊക്കെ വെച്ചിട്ട് മെയിൻലി സോഫ്റ്റ്വെയർ ഫീൽഡിലുള്ളവർ, ലോങ് ഡ്രൈവേഴ്സ്, പിന്നെ ഈവൻ ലോങ് സിറ്റിങ്ങിലുള്ള ഏത് ആൾക്കാരായാലും ലോങ് സിറ്റിങ്ങിലല്ലാത്തവരും ലാക്ക് ഓഫ് എക്സസൈസ് ഒക്കെ കാരണം ഇപ്പോൾ കോമൺ ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഡിസ്പ്രലാപ്സ് എന്നുള്ളത്. അത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് ലംബോ സാക്രൽ റീജിയനിലാണ്. ലംബോ സാക്രൽ എന്ന് പറയുമ്പോൾ സേക്രത്തിൻ്റെ മുകളിലും ലംബാർ സ്പൈനിലുമായിട്ടാണ് കോമൺലി വരുന്നത്. അത് പറയുമ്പോൾ നമുക്കിപ്പോൾ ഈ സ്പൈൻ എന്നുള്ളത് ഓരോ കണ്ണിയായിട്ട് ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈ സാധനമാണ് ഡിസ്ക് എന്ന് പറയുന്നത്. ഡിസ്ക് എന്ന് പറയുമ്പോൾ നോർമലി അതൊരു കുഷൻ എഫക്റ്റിന് വേണ്ടിയിട്ടാണത് അതിൻ്റെ വർക്ക്. ബേസിക്കലി അതിൻ്റെ വർക്ക് ഒരു കുഷൻ എഫക്റ്റാണ്. ബട്ട് അതിൻ്റെ പ്രശ്നം നമുക്ക് ലോഡ് കൂടുതൽ വരുമ്പോൾ അല്ലെങ്കിൽ ഒബിസിറ്റി വരുമ്പോൾ നടുവിൽ സ്ട്രെസ്സ് കൂടുതൽ വന്നിട്ട് എന്ത് പറ്റുന്ന ഈ ഡിസ്ക് എന്നുള്ള ഒരു പാർട്ട് പുറത്തോട്ട് വന്നിട്ട് ഈ സ്പൈനൽ കോഡ് പോകുന്ന നെർവ്സ്, ഈ നെർവ്സിലോട്ട് വന്നിട്ട് ഇമ്പിഞ്ച് ചെയ്യും. ഇമ്പിഞ്ച് ചെയ്യുമ്പോൾ എന്ത് പറ്റുന്ന ഈ നെർവ്സാണ് കാലിലോട്ടും പാദത്തിലോട്ടൊക്കെ ഈ നെർവ് സപ്ലൈ കൊണ്ടുപോകുന്നത്. അത് വീക്ക്നെസ്, ഇതിൻ്റെ പ്രൊലാപ്സ് കാരണം ഇത് വന്നിട്ട് ഈ കാലിലോട്ട് പോകുന്ന ഏത് ഞരമ്പിനാണോ തട്ടുന്നത്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത്, അതിലോട്ട് ചിലപ്പം ബലക്കുറവ് വരെ വരാം. പിന്നെ ഈ നെർവ്സ് തന്നെയാണ് ബ്ലാഡറും മോഷൻ പോകുന്നതും യൂറിൻ പോകുന്ന കൺട്രോളൊക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ചില കണ്ടീഷൻസിൽ ഈവൻ അത് ബ്ലാഡറിനെയും ബവലിനെയും, മീൻസ് യൂറിൻ പോകുന്നതും മോഷൻ പോകുന്നതിനെയും കൺട്രോൾ ഇല്ലാത്ത ആക്കാം. ആ ഒരു രീതിയിലാണ്. പലതരത്തിലുള്ള നടുവേദനകളുണ്ടല്ലോ. അപ്പോൾ അതിൽ ഏത് ടൈപ്പ് വേദനയാണ് നമ്മൾ കൂടുതലായിട്ട് പരിഗണിക്കേണ്ടത്? അതിപ്പോൾ നമുക്ക് നോക്കുമ്പോൾ പൊതുവെയുള്ള നടുവേദനകൾ, മസ്കുലർ ആയാലും ലിഗമെൻറ്റസ് ആയാലും പൊതുവെയുള്ള നടുവേദനകളൊക്കെ ഒരാഴ്ച മുതൽ 3 ആഴ്ചയുടെ അകത്ത് വരെ സെറ്റിലാവും. ഈവൻ നമുക്കൊന്നും ചെയ്തില്ലെങ്കിൽ പോലും വീട്ടിൽ കിടന്ന് റെസ്റ്റ് എടുത്താലും ബെറ്റർ ആവും. അപ്പോൾ പൊതുവെ ഇപ്പോൾ എല്ലാവരും നടുവേദന എന്ന് പറയുമ്പോൾ ഹോസ്പിറ്റലിൽ വന്ന് കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചൊരു 3 വീക്സിൻ്റെ മുകളിലുള്ള നടുവേദനകളൊക്കെ നമ്മൾ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് എടുക്കും. പിന്നെ നടുവേദന ഉള്ളവർക്ക് ചിലപ്പോൾ കാലിലോട്ട് വേദന വന്നിട്ട് കാല് ബലക്കുറവ് വരാം. ബലക്കുറവൊക്കെ വരുമ്പോൾ അത് കുറച്ചുകൂടെ സിഗ്നിഫിക്കൻ്റ് ആണ്. ഇപ്പോൾ ചിലർ ഡയറക്റ്റായിട്ട് മൂത്രം വലിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോകുന്നു, അറിയാതെ മോഷൻ പോകുന്നു. അങ്ങനെയൊക്കെ സിറ്റുവേഷൻസ് വരുമ്പോൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ടുള്ള കണ്ടീഷൻസാണ്. അപ്പോൾ നമ്മളതിന് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഹിസ്റ്ററിയൊക്കെ എടുത്ത് എക്സാമിൻ ചെയ്ത് എക്സ്റേ എടുക്കാനും ബ്ലഡ് നോക്കാനും, ചിലപ്പോൾ ഇതൊക്കെ എമർജൻസി ആയിട്ട് നോക്കുമ്പോൾ നമ്മൾ അന്ന് തന്നെ MRI സ്കാൻ വരെ എടുത്തിട്ട് അതിൻ്റെ ആവശ്യമുള്ള ട്രീറ്റ്മെൻറ്റ് ആസ് ഏർലി ആസ് പോസിബിൾ തുടങ്ങണം. പിന്നെ ഉള്ളത് ഈ നേരത്തെ വേറെ ക്യാൻസേഴ്സ്, ബ്രസ്റ്റ് ക്യാൻസർ, ലങ് ക്യാൻസർ, ഏതെങ്കിലും ക്യാൻസർ ഹിസ്റ്ററി ഉള്ള പേഷ്യൻസിന് നടുവേദന വരുവാണെങ്കിൽ അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കണം. ബിക്കോസ് ഈ ക്യാൻസർ ചിലപ്പോൾ
രോഗം മാറി എന്നുള്ള ആൾക്കാർക്ക് പോലും ലേറ്റർ സ്റ്റേജസിൽ ആ ലോക്കൽ സൈറ്റിൽ പ്രശ്നമില്ലെങ്കിലും നട്ടലിൽ ചിലപ്പോൾ അതിൻ്റെ മെറ്റ്സായിട്ട് മീൻസ് അതിൻ്റെ ഒരു ഇതായിട്ട് സെക്കൻഡറി ആയിട്ട് വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസ് ഒക്കെയാണ് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് നോക്കുന്നത്. ഈ അടുത്ത കാലത്തായിട്ട് യങ്സ്റ്റേഴ്സിലാണ് കൂടുതൽ ബാക്ക് പെയിൻ കണ്ടുവരുന്നത്. അതിനെക്കുറിച്ചിട്ട് എന്താണ് പറയാനുള്ളത്? അതിപ്പോൾ ബേസിക്കലി ഇപ്പോഴത്തെ ജോബിൻ്റെ ഇതും പിന്നെ ആൾക്കാരുടെ ടൈമില്ലായ്മയുമുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അത് എല്ലാം സോഫ്റ്റ്വെയർ ജോബ് എന്ന് പറയുമ്പോൾ 8 hours 10 hours കണ്ടിന്യൂസ് സിറ്റിംഗ് ജോബ്, ഇടയ്ക്ക് ചിലർ ബ്രേക്ക് പോലും എടുക്കാറില്ല. പിന്നെ അവരുടെ സിറ്റിംഗ് പോസ്ചറൊക്കെ ഒരു അഡിക്വേറ്റ് ആയിട്ട് ഇരിക്കത്തില്ല. പിന്നെ ലോങ് ഡ്രൈവേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് വണ്ടി ഓടിക്കുമ്പോൾ അവരുടെ പോസ്ചർ കറക്റ്റ് പൊസിഷനിലായിരിക്കത്തില്ല. പിന്നെ നമ്മൾ റോഡൊക്കെ നമുക്കറിയാമല്ലോ അപ്സ് ആൻഡ് ഡൗൺസ് ആണ്. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് യങ്സ്റ്റേഴ്സിന് കൂടുതലായിട്ട് പ്രശ്നം വരാനുള്ളത്. അപ്പോൾ ഒന്ന് മെയിനായിട്ടുള്ളത് ലാക്ക് ഓഫ് എക്സസൈസ് ആണ്. ആരും എക്സസൈസ് ചെയ്യാറില്ല, എല്ലാവരും പറയാറുണ്ട്, ബട്ട് ആരും അതിനെ റുട്ടീനായിട്ട് ചെയ്യാറില്ല. എല്ലാവരും തുടങ്ങും, ബട്ട് ദാറ്റ് വിൽ ബി ഇടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്യും. ഒബിസിറ്റിയാണ് ഏറ്റവും ഇപ്പോൾ കോമൺ ആയിട്ട് യങ്സ്റ്റേഴ്സിൻ്റെ ഉള്ള ഒരു കോമൺ പ്രോബ്ലം. ഒബിസിറ്റി വരുമ്പോൾ നമുക്ക് സ്പൈനിൽ വെയിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ഈ ഒരു ഇത് ലംബാർ സ്പൈനാണ്, 5 കണ്ണിയുണ്ട്. അതിൻ്റെ താഴെ ഉള്ളത് സേക്രൽ സ്പൈനാണ്, അതിൽ 5 കണ്ണിയുണ്ട്. അത് 5ഉം ഒന്നിച്ചായിരിക്കണം. അപ്പോൾ വെയിറ്റ് നമുക്ക് ബോഡിയുടെ ടോട്ടൽ വെയിറ്റും വരുന്നത് സെക്കൻഡ് സാക്രൽ ബോണിൻ്റെ ഫ്രണ്ടിലോട്ടാണ്. ഒബിസിറ്റി എന്ന് പറയുമ്പോൾ നമ്മൾ ആ വെയിറ്റ് ട്രാൻസ്മിഷൻ കുറച്ചുകൂടെ ഫ്രണ്ടിലോട്ടാവും. അപ്പോൾ നോർമൽ വെയിറ്റ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിനെക്കാട്ടിലും സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി കുറച്ചുകൂടെ ഫ്രണ്ടിലായിരിക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബാക്ക് മസിൽസിന് ഭയങ്കര സ്ട്രെയിൻ വരും. സ്ട്രെയിൻ വന്നിട്ടാണ് കോമൺലി ഇപ്പോൾ യങ്സ്റ്റേഴ്സിനും ആർക്കായാലും നടുവേദന കൂടുതലായിട്ട് കാണപ്പെടുന്നത്. പലതരത്തിലുള്ള പനികളുടെ ഭാഗമായിട്ട് നമുക്ക് നടുവേദന ഇപ്പോൾ കണ്ടുവരുന്നുണ്ട്, ലക്ഷണമായിട്ട് നടുവേദന പറയുന്നുണ്ട്. അതിനെക്കുറിച്ചിട്ട് എന്താ പറയാനുള്ളത്? പനി എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഏത് പനിയായാലും, വൈറൽ പനിയായാലും ഏത് പനിയായാലും നടുവേദന മീൻസ് എല്ലാ ജോയിൻറ്റ് പെയിൻ ഉണ്ടാവാം, അതിൻ്റെ കൂടെ തന്നെ നടുവേദന വരാം. ബട്ട് ചില പനികൾ ലൈക്ക് സ്പൈനിൽ ഇൻഫെക്ഷൻ വരുന്നത്, ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും ശരി, ട്യൂബർക്ലോസിസ് പോലത്തെ TB പോലത്തെ അസുഖങ്ങളായാലും ശരി, അതൊക്കെ ചിലപ്പോൾ നമുക്ക് പനിയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാം. വേറെ വൈറൽ പനി അല്ലാതെ ഇത് കാരണം പനികൾ വരാം. ഇതിൻ്റെ പനിയൊക്കെ ചിലപ്പോൾ ഭയങ്കര സിവിയർ ആയിരിക്കും. TBയുടെ പനിയൊക്കെ മോസ്റ്റ് കോമൺലി നമുക്ക് രാത്രിയാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മൾ ഹിസ്റ്ററി എടുത്തിട്ട് അതനുസരിച്ച് അതിൻ്റെ ട്രീറ്റ്മെൻറ്റൊക്കെ എവാലുവേറ്റ് ചെയ്ത് MRI സ്കാനൊക്കെ ചെയ്ത് നോക്കേണ്ടി വരും. ഈ സ്കൂൾ കുട്ടികളിൽ ഇപ്പോൾ അധികമായിട്ട് നടുവേദന കണ്ടുവരുന്നുണ്ട്. അപ്പോൾ സ്കൂൾ ഏജ് ഗ്രൂപ്പും നടുവേദനയും തമ്മിലുള്ള ഒരു റിലേഷൻ എന്താണ്? അങ്ങനെ അത് പൊതുവേ അവരുടെ ഒരു ബാഗിൻ്റെ വെയിറ്റ് വലിയൊരു റീസൺ ആയിട്ട് പറയാൻ പറ്റത്തില്ല. ബിക്കോസ് ഇപ്പോൾ ഉള്ള പിള്ളേർ കുറച്ച് ആക്ടിവിറ്റി കുറവാണ്. എല്ലാവരും പഠിത്തം എന്നുള്ള ഓട്ടമാണ്. അപ്പോൾ കൂടുതൽ പ്ലേ ഗ്രൗണ്ടിൽ അധികം നേരം അവർ സ്പെൻഡ് ചെയ്യാറില്ല. എങ്കിലും നമ്മൾ ഈ പിള്ളേർ നടുവേദന പറയുമ്പോൾ അവർ വെറുതെ അങ്ങനെ കള്ളം പറയാറില്ല. അതുകൊണ്ട് നമ്മൾ സീരിയസ് ആയിട്ട് എടുത്ത് നോക്കും. മോസ്റ്റ് ഓഫ് ദ ടൈംസ് അത് മസ്കുലറോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെറിയ ഒരു പ്രശ്നമില്ലാത്ത പെയിനായിട്ടാണ് തോന്നുന്നത്. ബട്ട് ചില രോഗങ്ങളും നടുവേദനയായിട്ട് പിള്ളേർക്ക് പ്രസൻറ്റ് ചെയ്യാറുണ്ട്. ബട്ട് അത് ഭയങ്കര റയറാണ് സ്റ്റിൽ. അപ്പോൾ പിള്ളേർ നമുക്ക് നടുവേദന എന്ന് പറയുമ്പോൾ അത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കാറുണ്ട്. അതുപോലെ തന്നെ ഈ പ്രഗ്നൻസി സമയത്തുണ്ടാകുന്ന നടുവേദന അല്ലെങ്കിൽ ഡെലിവറിക്ക് ശേഷം ഉണ്ടാകുന്ന നടുവേദന, അത്തരത്തിൽ ആണ് ഇപ്പോൾ സ്ത്രീകളിൽ ഏറ്റവും അധികമായിട്ട് കണ്ടുവരുന്നത്. അപ്പോൾ അതിൻ്റെ കാരണം എന്താണ്? പ്രഗ്നൻസിയിൽ നടുവേദന എന്ന് പറയുമ്പോൾ ഏറ്റവും കോമൺ ആണ്. ബിക്കോസ് ഞാൻ ഈ പറഞ്ഞ പോലെ ഒബിസിറ്റിനെ പോലെയാണ്. ബട്ട് ഇത് ഒബിസിറ്റി അല്ല. ഇത് നമുക്ക് കൊച്ചു വളരുന്ന പ്രായത്തിൽ വയറിൻ്റെ ഇത് വലിപ്പം കൂടും തോറും ഈ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഫ്രണ്ടിലോട്ട് മൂവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് കാരണം ഒരു നോർമലായിട്ട് തന്നെ ഒരു നടുവേദന വരാം. ബട്ട് നോർമലായിട്ട് വരാമെന്നെങ്കിലും നമുക്ക് നോക്കുമ്പോൾ നമ്മളൊരു ഒരാഴ്ച വരെ റെസ്റ്റ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറച്ചൊന്ന് ടാബ്ലറ്റ്സ് അധികം കൊടുക്കാറില്ല. ഓയിൻമെൻ്റൊക്കെ വെച്ച് റെസ്റ്റൊക്കെ എടുത്ത് നോക്കാറുണ്ട്. അപ്പോൾ ഒരു 2-3 വീക്സിൽ അത് മാറുന്നില്ലെങ്കിൽ ഈവൻ അത് നമ്മൾ കുറച്ച് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് ഫർദർ ടെസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ ഇത് പ്രഗ്നൻസി ടൈമിലുള്ളതാണ്. പ്രഗ്നൻസിക്ക് ശേഷം ഈ വയറിൻ്റെ അളവൊക്കെ കുറഞ്ഞു വരുമ്പോൾ ഡെലിവറിക്ക് ശേഷം പൊതുവേ കോമൺ ആയിട്ടുള്ള ഈ നടുവേദന പ്രഗ്നൻസി റിലേറ്റഡ് ആയിട്ടുള്ള നടുവേദനകളൊക്കെ മാറും. ഒരു 3-4 വീക്സ് ആകുമ്പോൾ തന്നെ മാറും. അതിൽ മാറാത്തത് നമ്മൾ പിന്നെ എക്സ്റേ ഒക്കെ എടുത്ത് ബ്ലഡൊക്കെ നോക്കി ഫർദർ ഇവാലുവേറ്റ് ചെയ്യേണ്ടി വരും. സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുന്നൊരു വേർഡിനെ കുറിച്ച് ഇപ്പോൾ കേട്ട് വരുന്നുണ്ട്. എന്താണ് അത്? സ്പൈനൽ അനസ്തീഷ്യ എന്ന് പറയുമ്പോൾ ഈ ഏത് സർജറി ആയാലും കാലിലോട്ടുള്ള സർജറി പിന്നെയൊക്കെ നട്ടൽ ഇഞ്ചക്ഷൻ എടുത്തിട്ട്
ആണ് സർജറി ചെയ്യുന്നത്. അപ്പോൾ ആൾക്കാരുടെ ഒരു മനസ്സിലുള്ള ഒരിത് സ്പൈനിൽ ഇഞ്ചക്ഷൻ എടുത്താൽ അതൊരു പ്രശ്നമാണ്, അതൊരു ഫ്യൂച്ചറിലൊരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയുണ്ട്. അത് ബേസിക്കലി നമുക്കൊരു മനസ്സിലുള്ള ഒരു തോന്നലാണ്, ആൾക്കാർക്കൊരു തോന്നൽ, നട്ടൽ ഇഞ്ചക്ഷൻ എടുത്തു ഇനി അത് ലൈഫ് ലോങ് വേദന വരുമോ. ബട്ട് ഡെലിവറിക്കായാലും വേറെ സർജറീസ് ആയാലും നട്ടൽ ഇഞ്ചക്ഷൻ എടുക്കുന്നുണ്ട്. അതൊരു സ്പെസിഫിക് റീസണായിട്ട് ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് ആൾക്കാരത് വിചാരിക്കുന്നത് അതുകൊണ്ടാണെന്നുള്ള ഒരു വിചാരത്തിലാണ് നടക്കുന്നത്. ബട്ട് അതൊരു റീസൺ അല്ല ബേസിക്കലി. അത്രയേ ഉള്ളൂ. മറ്റ് കാരണങ്ങൾ എന്തൊക്കെയായിരിക്കും നമുക്ക് പറയാൻ പറ്റുക നടുവേദന വരാൻ പാകത്തിന്? ഇപ്പം നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നടുവേദന വരാം? ഇനിയുള്ളത് നമ്മൾ സറൗണ്ടിങ് നമുക്ക് കിഡ്നി സ്റ്റോൺ അത് കാരണം വരാം, പിന്നെ വയറ്റിൻ്റെ അകത്ത് എന്തെങ്കിലും ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ വരാം, പിന്നെ ഫീമെയിൽസിൽ പീരിയഡ്സ് ടൈമിൽ വരാം, പിന്നെ യൂറിനറി ഇൻഫെക്ഷൻ. ഇതൊക്കെ നമ്മൾ സറൗണ്ടിങ് ഓർഗൻസിലുള്ള ഏത് ഒരു പ്രശ്നം ഉണ്ടെങ്കിലും ചിലപ്പോൾ അത് നടുവേദനയായിട്ട് തന്നെ പ്രസൻറ്റ് ചെയ്യാം. പിന്നെ വേറെ ഭാഗത്തിൽ മീൻസ് ഉള്ള വേദനകളൊക്കെ നടുവിൽ ഡയറക്റ്റായിട്ട് റേഡിയേറ്റ് ചെയ്ത് നമുക്കൊരു ഡിഫറൻസ് ആയിട്ട് മീൻസ് നടുവിൽ ചിലപ്പോൾ പ്രശ്നം കാണത്തില്ലായിരിക്കും, അത് നമുക്ക് അങ്ങനെ നടുവേദനയായിട്ട് പ്രസൻറ്റ് ചെയ്യാം. സ്പൈൻ TB എന്നതിനെ കുറിച്ചിട്ട് കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ അതിപ്പോൾ മോസ്റ്റ് കോമൺ ആയിട്ട് നിൽക്കുകയാണെന്ന് തോന്നുന്നു, ആണോ? മോസ്റ്റ് കോമൺ എന്ന് പറയാൻ പറ്റത്തില്ല. മുമ്പ് പൾമിനറി TB, നെഞ്ചിൻ്റെ ലങ്ങിൻ്റെ TB ആണ് കോമൺ ആയിട്ടിരുന്നത്. അതിപ്പോൾ കുറഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ അത് കുറഞ്ഞു വന്നാലും നമുക്ക് ഒരു കോമൺ എന്ന് പറയുന്നില്ലെങ്കിലും TB ഇൻഫെക്ഷൻ ഇന്ത്യയിൽ ഇപ്പോൾ കുറച്ച് കോമൺ ആണ്. അപ്പോൾ അതിപ്പോൾ ലങ്ങിൻ്റെ TBയുടെ റേറ്റ് കുറഞ്ഞാലും സ്പൈനിൻ്റെ അല്ലെങ്കിൽ ബോണിൻ്റെ TBയുടെ റേറ്റ് മുമ്പത്തെ പോലെ തന്നെ ഓൾമോസ്റ്റ് നിൽക്കുന്നുണ്ട്. അപ്പോൾ അത് കോമൺലി അഫക്റ്റ് ചെയ്യുന്നത് തൊറാസിക് സ്പൈൻ അല്ലെങ്കിൽ ഈ ഭാഗത്ത് അല്ലെങ്കിൽ ഇവിടുത്തെ ലോവർ പാർട്ടിലാണ് അഫക്റ്റ് ചെയ്യുന്നത്. അത് ഈ പറഞ്ഞതുപോലെ പനിയും ഭയങ്കര സിവിയർ പെയിനും അല്ലെങ്കിൽ ചിലപ്പോൾ കാലിൽ തളർച്ചയായിട്ടും അല്ലെങ്കിൽ മൂത്ര തടസ്സമായിട്ടും അല്ലെങ്കിൽ അറിയാതെ മൂത്രം പോകുന്ന അങ്ങനത്തെ ഇതിലൊക്കെ ചിലപ്പോൾ പ്രസൻറ്റ് ചെയ്യുന്നത് കാണാറുണ്ട്. ആ ഒരു ഓക്കെ. ഫിസിയോതെറാപ്പി എത്രമാത്രം ഫലവത്താകുന്നുണ്ട് ഈ ഒരു നടുവേദനയുടെ? നടുവേദനയ്ക്ക് ഏറ്റവും ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എക്സസൈസ് ആണ്. ഫിസിയോതെറാപ്പി ബേസിക്കലി നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ അക്യൂട്ട് പെയിൻ ടൈമിലാണ്. അക്യൂട്ട് പെയിൻ ടൈമിൽ ഒരു മസാജിങ് അല്ലെങ്കിൽ നമുക്ക് കുറേ രീതിയുണ്ട്. ചെറിയ ഇലക്ട്രിക് ഇൻ്റർഫറൻഷ്യൽ തെറപ്പി എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഷോർട്ട് വേവ് ഡയതെറപ്പി എന്ന് പറഞ്ഞിട്ട്, അങ്ങനെ കുറേ ലോക്കൽ മോഡ് ഓഫ് എൽട്രോഡൊക്കെ വെച്ചിട്ട് ചെയ്യുന്നത്. അതൊക്കെ ഭയങ്കര അക്യൂട്ട് ബാക്ക് പെയിനിലൊക്കെ ഭയങ്കര എഫക്റ്റീവ് ആയിട്ടുള്ളതാണ്. പിന്നെ ഉള്ളത് നമുക്ക് ഫിസിയോ എന്ന് ഉദ്ദേശിക്കുന്നത് എക്സസൈസസ് ആണ്. അത് എക്സസൈസാണ് നമുക്കിപ്പോൾ പ്രധാനമായിട്ട് ചെയ്യാനുള്ളത്. അപ്പോൾ അതാണ് ബേസിക്കലി ഒരു ലോങ് ടേമിൽ നമുക്കൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പോകുന്നത്. കോക്കിഡൈനിയ, അതുപോലെ തന്നെ എന്താ പറയണ്ടേ, നമ്മുടെ സ്പോണ്ടൈലോ ഡിസ്റ്റോസിസ് അങ്ങനെയൊക്കെയുള്ള ഡിസ്റ്റോസിസ്, അത്തരത്തിലുള്ള രോഗങ്ങളെയൊക്കെ കുറിച്ച്. സ്പോണ്ടിലോലിസ്റ്റസിസ് എന്ന് പറയുമ്പോൾ കൊച്ചു മീൻസ് അഡലസെൻ്റ് ഏജ് ഗ്രൂപ്പ് തൊട്ട് പ്രായമുള്ളവർക്ക് വരെ വരാം. അഡലസെൻ്റ് പ്രായത്തിൽ അതിന് ഡിഫറെൻറ്റ് ടൈപ്സ് ഉണ്ട്. അഡലസെൻ്റ് പീരീഡിലൊക്കെ വരുന്നത് അത് ചിലപ്പോൾ ഈ കഞ്ചനൈറ്റലി തന്നെ ജന്മന തന്നെ ഇവിടെ ചെറിയ ബ്രേക്ക്, ഈ പാർസ് ഇൻ്റർ ആർട്ടിക്കുലാർസിൻ്റെ ഒരു ജംഗ്ഷനിൽ വരുന്ന ബ്രേക്ക് കാരണം വരാം. അല്ലാതെ ഓൾഡ് ഏജിൽ ഡീജനറേഷൻ, തേയ്മാനം വന്നിട്ട് സ്പോണ്ടിലോലിസ്റ്റസിസ്, അത് ബേസിക്കലി നമ്മൾ പറയുന്നത് ഓരോ കണ്ണിയും ഓരോ സെറ്റിംഗ് ആയിട്ട് തന്നെ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ സ്പോണ്ടിലോലിസ്റ്റസിസ് എന്ന് പറയുമ്പോൾ ഒരു കണ്ണിയുടെ മുകളിൽ മറ്റേ കണ്ണി പതുക്കെ എങ്ങനെ തെന്നിപ്പോകും, അതിന് ഡിഫറെൻറ്റ് ഗ്രേഡ് ഉണ്ട്. അപ്പോൾ നമുക്ക് യങ് ഏജ് എന്ന് പറയുമ്പോൾ അഡലസെൻ്റ് 15 വയസ്സ് 18 വയസ്സിലൊക്കെ വരുന്നത് ചിലപ്പോൾ മോസ്റ്റ് പ്രോബബ്ലി ഇത് പിന്നെയും അങ്ങ് തെന്നിപ്പോകേണ്ട സാധ്യത ഉള്ളതുകൊണ്ട് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നമ്മൾ സർജറി ആയിട്ടാണ് ചെയ്യുന്നത്. ബട്ട് പ്രായമുള്ളവർക്ക് ചിലപ്പോൾ ഈ തെന്നൽ വരാം. ബട്ട് അത് ഒരു ഡിഗ്രി വരെ വരത്തുള്ളൂ, മീൻസ് ഗ്രേഡ് 1 വരെ വരത്തുള്ളൂ. ഗ്രേഡ് 2 പോകത്തില്ല, തേയ്മാനം കാരണം വരുന്നത്. അതൊക്കെ നമുക്ക് ജസ്റ്റ് ബെൽറ്റ് ഇട്ടും ടാബ്ലറ്റ് വെച്ചും റെസ്റ്റ് എടുത്തിട്ടും പിന്നെ വേദന മാറിയതിന് ശേഷം സ്പൈനൽ ഫ്ലെക്ഷൻ എക്സസൈസസ് ഉണ്ട്, അത് വെച്ചിട്ടൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്യാം. അത് സ്പോണ്ടിലോലിസ്റ്റസിസ്. കോക്സിഡൈനിയ എന്ന് പറയുമ്പോൾ സ്പൈനിൻ്റെ ഏറ്റവും അറ്റത്തെ ഭാഗം, ഏറ്റവും ലാസ്റ്റ് ടിപ്പിൽ വരുന്ന ഒരു നീർക്കെട്ടാണ്. അപ്പോൾ ആ ബോണിനാണ് കോക്സിക്സ് എന്ന് പറയുന്നത്. ഇത് സേക്രത്തിൽ കണക്ട് ചെയ്യുന്ന ബോണിനാണ് കോക്സിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഞ്ചറി വന്നാലും ഒരു വീഴ്ച വന്നാലും അവിടെ ഒരു നീർക്കെട്ടുണ്ടാവും. അല്ലെങ്കിൽ ഫീമെയിൽസ് പ്രഗ്നൻസി ടൈമിൽ വെയിറ്റൊക്കെ കൂടിയിട്ട് അവിടെ ഒരു നീർക്കെട്ട് വന്നു കഴിഞ്ഞാൽ ആ റീജിയനിലുള്ള വേദന പൊതുവെ മാറത്തില്ല. ബിക്കോസ് നമ്മൾ തിരിച്ച് അതിൽ ഇരുന്നിട്ട് ആ നീർക്കെട്ട് കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അതിന് ബേസിക്കലി നമ്മൾ ചെയ്യുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് പറയുമ്പോൾ ഓഫ് ലോഡിംഗ് ആണ്. അതിൻ്റെ വെയിറ്റ് ട്രാൻസ്മിഷൻ കുറയ്ക്കണം. ആ റീജിയനിൽ വെയിറ്റ് ട്രാൻസ്മിഷൻ കുറയ്ക്കുന്നത് ഭയങ്കര പാടാണ്. അപ്പോൾ നമ്മൾ ചെറിയ റിംഗ് കുഷൻ എന്ന് പറഞ്ഞിട്ട് ഈ ചെറിയ ടയർ പോലത്തെ സ്കൂട്ടറിൻ്റെ ടയർ പോലെ നടുക്കൊരു ഹോൾ വരുന്ന ഒരു ഇതുണ്ട്. അതാണ് നമ്മൾ യൂഷ്വലി അഡ്വൈസ് ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് ഓഫ് ലോഡ് ചെയ്യാൻ പറ്റും. അത് 3-4 വീക്സ് ഉപയോഗിക്കുകയാണെങ്കിൽ അത് യൂഷ്വലി മാറാറുണ്ട്. പ്ലസ് മേ ബി 1 വീക്ക് ടാബ്ലറ്റ്സ് ഒക്കെ വേണ്ടി വരുമായിരിക്കും നീർക്കെട്ട് മാറാൻ വേണ്ടിയിട്ട്. നമ്മൾ പൂർണ്ണമായിട്ട് മാറ്റിയ ചില നടുവേദനകൾ കുറേ കാലയളവ് കഴിഞ്ഞിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്തൊക്കെയാണ് സാധ്യതകൾ ആ ഒരു തിരിച്ചു വരവിനും ഒക്കെ ആയിട്ട്? അതിപ്പോൾ ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരാളിന് ഡിസ്പ്രലാപ്സ് പോലത്തെ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ലെവലിൽ ഡിസ്പ്രലാപ്സ് എന്ന് പറയുമ്പോൾ ഒരു പാർട്ട് ഓഫ് ഡിസ്ക് വന്നിട്ട് പുറത്ത് തള്ളി അത് സർജറി ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇത് പുറത്ത് വന്ന ഡിസ്ക് നമ്മൾ എടുത്ത് മാറ്റി. അപ്പോൾ ആ ടൈമിൽ മേ ബി പേഷ്യൻറ്റ് പിന്നെ തിരിച്ച് ജോലിന് പോവും, തിരിച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് പോയാൽ ചിലപ്പോൾ അങ്ങനെ പോവുമായിരിക്കും. ബട്ട് മോസ്റ്റ്ലി എല്ലാവരും ആ പെയിനിൻ്റെ ടൈമിൽ കുറച്ച് എക്സസൈസ് ചെയ്യും, 3 മാസം കഴിയുമ്പോൾ തിരിച്ച് ബാക്കിലോട്ട് മുമ്പത്തെ സ്റ്റേജിൽ തന്നെ, ബിക്കോസ് അവർക്ക് ജോലി വിടാൻ പറ്റില്ല, ടൈം കിട്ടത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് റുട്ടീനായിട്ട് പോകും. അങ്ങനെ വരുന്നതുകൊണ്ടാണോ ഇനി ചിലപ്പോൾ ഒബിസിറ്റി കാരണം ഇല്ലെങ്കിൽ വേറെ റീസൺസ് കാരണം ചിലപ്പോൾ ഡിസ്പ്രലാപ്സ് തന്നെ സെയിം ലെവലിൽ തന്നെ വരാം, ഇല്ലെങ്കിൽ ഡിഫറെൻറ്റ് ലെവൽസിൽ വരാം. ചിലപ്പോൾ ആ ലെവലിലായിരിക്കില്ല വരുന്നത്, അതിൻ്റെ ശേഷം വരുന്നത് അതിൻ്റെ മുകളിലത്തെ ലെവലോ അതിൻ്റെ താഴത്തെ ലെവലിലായിരിക്കും ഡിസ്പ്രലാപ്സ് വരുന്നത്. അത് ഈ ഡിസ്പ്രലാപ്സ് കാരണം വരുന്നതിനാണ് വേദന. പിന്നെ മസ്കുലർ പെയിൻ എപ്പോൾ വേണമെങ്കിലും നമുക്ക് പോസ്ചർ കാരണമോ ഇല്ലെങ്കിൽ വെയിറ്റ് എടുക്കുന്നത് കറക്റ്റ് രീതിയിൽ വെയിറ്റ് എടുത്തില്ലെങ്കിൽ ഇതൊക്കെ തിരിച്ച് അക്കേഷണലായിട്ട് വരേണ്ട സാധ്യത ഉണ്ട്. കുറേ മുൻകരുതലുകളെ കുറിച്ച് നമ്മൾ ഇതിനിടയ്ക്ക് തന്നെ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി എന്തൊക്കെ പ്രിവെൻറ്റീവ് മെഷേഴ്സ് ആണ് ഫർദർ നമുക്ക് എടുക്കാൻ പറ്റുക? പ്രിവെൻറ്റീവ് മെഷേഴ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മെയിൻ തിങ് ഈസ് പോസ്ചറിൻ്റെ ഒരു ഇതാണ്. നമുക്ക് ഇരിക്കുന്ന ടൈമിൽ കറക്റ്റ് രീതിയിൽ ഇരിക്കുക, കറക്റ്റ് സപ്പോർട്ട് എടുക്കുക. യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ബാക്ക് സപ്പോർട്ടോടെ ഇരിക്കുക, അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആയാലും ആർക്കായാലും ലോങ് സിറ്റിങ്ങുള്ളപ്പോൾ ഇടയ്ക്കൊന്ന് എണീറ്റ് ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാം. പിന്നെ ഫുഡിൽ ഒന്ന് നമുക്ക് ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് ഒക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ബേസിക്കലി ഇൻറ്റൻഷൻ ഈസ് ഒബിസിറ്റി കുറയ്ക്കുക. അബ്ഡോമിനൽ മസിൽസ് സ്ട്രോങ് ആയിരിക്കണം. അബ്ഡോമിനൽ മസിൽസ് സ്ട്രോങ് ആകുമ്പോൾ നാച്ചുറലി ബാക്ക് മസിൽസും ഒരു പരിധിവരെ സ്ട്രോങ് ആവും. പിന്നെ ബാക്കിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് എക്സസൈസസ് ഉണ്ട്. അതൊക്കെ റുട്ടീനായിട്ട് നമ്മൾ എല്ലാ ദിവസവും ഒരു ശീലമാക്കി കഴിഞ്ഞാൽ മോസ്റ്റ് ഓഫ് ദി ബാക്ക് പെയിൻ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. അത്തരത്തിലൊക്കെ എക്സസൈസും ഒക്കെയാണ് എക്സസൈസാണ് എൻ്റെ ഒരു മെയിൻ ഇതായിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ കുറച്ച് സമയം നിൽക്കുക എന്താ പറയുക 3 ടൈപ്പ് നടുവേദനകളാണല്ലോ. അതായത് മേജറായിട്ട് ഭയങ്കര സീവിയർ പെയിൻ വരുന്നതുണ്ട്, അല്ലാണ്ട് സാധാരണ നമ്മൾ കുറേ നേരമൊക്കെ ഇരുന്ന് കഴിഞ്ഞിട്ട് വരുന്ന രീതിയിലൊക്കെ ഉള്ളതുകൊണ്ട്. അപ്പോൾ ചിലതൊക്കെ എക്സസൈസ് മാത്രം ചെയ്ത് മാറ്റാൻ പറ്റും അല്ലേ? അക്യൂട്ട് ടൈമിൽ നമ്മൾ റെസ്റ്റേ പറയാറുള്ളൂ. റെസ്റ്റ് എന്ന് പറയുമ്പോൾ മേ ബി ആ പെയിനിൻ്റെ സിവിയറിറ്റി കുറയുന്നവർ ഒരു 3 to 4 days റെസ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ ടാബ്ലറ്റ്സ്, പിന്നെ എന്തെങ്കിലും ഓയിൻമെൻറ്റോ അങ്ങനത്തെ രീതിയിൽ അക്യൂട്ട് പെയിനിൽ. ക്രോണിക് പെയിൻ, ഈ ലോങ് ഡ്യൂറേഷനിലുള്ള പെയിന് അല്ലെങ്കിൽ ഈ ഇടയ്ക്കിടയ്ക്കുള്ള ഒരു ഏക്കിംഗ് പെയിനൊക്കെ മോസ്റ്റ് പ്രോബബ്ലി നമുക്ക് എക്സസൈസിൽ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ബട്ട് അക്യൂട്ട് പെയിൻ എക്സസൈസ് അഡ്വൈസ് ചെയ്യാറില്ല, ചിലപ്പോൾ പെയിനെ കൂട്ടും. അതുകൊണ്ട് ആ ടൈമിൽ ചിലപ്പോൾ ഒള്ളി റെസ്റ്റും മെഡിസിൻസാണ്. ഇപ്പോൾ യോഗയൊക്കെ ശീലമാക്കിയവർ കുറേ കാലത്തേക്ക് ഇങ്ങനെ നടുവേദനയൊന്നും വരില്ല, ആ ഒരു രീതിയിലൊക്കെയാണ് പറഞ്ഞു കേൾക്കുന്നത്. അപ്പോൾ അതൊക്കെ വളരെ എഫേർട്ട് ആണല്ലേ? യോഗ എന്ന് പറയുമ്പോൾ ബേസിക്കലി നമ്മൾ പറഞ്ഞ പോലെ ഫിസിയോയുടെ എക്സസൈസ് ആണ് ബേസിക്കലി നമ്മൾ യോഗ എന്ന്. ബിക്കോസ് നമ്മളും അഡ്വൈസ് ചെയ്യുന്നത് സെയിം രീതിയിലുള്ള എക്സസൈസ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു എയിം എന്ന് പറയുമ്പോൾ മസിൽസിനെ സ്ട്രെങ്തൻ ചെയ്യുന്നതാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഒരു മസിലിനെ സ്ട്രെങ്ത് ചെയ്ത് കൊണ്ടുപോവുകയാണെങ്കിൽ യോഗ ആയാലും സാധാ എക്സസൈസ് ആയാലും എല്ലാം ഓൾമോസ്റ്റ് ഇൻ്റർ കണക്റ്റഡ് ആണ്. അത് നമുക്ക് നല്ല എഫക്റ്റ് ഉണ്ടാക്കും. അപ്പോൾ ഈ നടുവേദന വരുവാണെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഭയങ്കര വേദനയായിട്ട് നിൽക്കുവാണെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം പോകേണ്ട ചികിത്സ ഏതായിരിക്കും? ചികിത്സ അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് നമ്മൾ ചെയ്ത് ഏത് പെയിൻ ആണ് എന്ന് തിരിച്ചറിയേണ്ട രീതിയിലേക്ക് വല്ലതും പോകുന്നുണ്ടോ? നമുക്ക് ബേസിക്കലി കോമൺ ആയിട്ട് വരുന്ന വേദനകളൊക്കെ മസ്കുലർ പെയിൻ അല്ലെങ്കിൽ ചെറിയ ഉളുക്ക്, സ്പ്രെയിന്, മസിൽ സ്പ്രെയിൻ അല്ലെങ്കിൽ ലിഗമെന്റ് സ്പ്രെയിൻ അല്ലെങ്കിൽ മസിൽ സ്പ്രെയിൻ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസിക്കലി അക്യൂട്ട് സ്റ്റേജിൽ അത്ര പറ്റത്തില്ല. നമുക്ക് ചിലപ്പോൾ പേഷ്യൻറ്റിനെ കാണുമ്പോൾ അവരുടെ നടത്തയുടെ രീതിയൊക്കെ നോക്കുമ്പോൾ മസ്കുലർ സ്പാസം കാരണം വരാം, അല്ലെങ്കിൽ മസ്കുലർ സ്ട്രെയിൻ കാരണം വരാം എന്നൊക്കെ പറയാൻ പറ്റും. ബട്ട് നമുക്ക് എക്സ്റേയിലായാലും ബ്ലഡിലായാലും വ്യത്യാസങ്ങൾ ഉണ്ടാക്കണമെങ്കിൽ കുറച്ച് ടൈം എടുക്കും. മേ ബി 3 weeks 4 weeks ഒക്കെ എടുക്കും. ചിലപ്പോൾ നമുക്ക് ഇനിഷ്യലി എടുക്കുന്ന എക്സ്റേസും ബ്ലഡൊക്കെ നോർമലായിരിക്കും. ബട്ട് ഒരു 3 weeksലോ അല്ലെങ്കിൽ 4 weeksലോ വേദന മാറിയില്ലെങ്കിൽ തിരിച്ച് നമ്മൾ ഇത് റിപ്പീറ്റ് ചെയ്ത് നോക്കേണ്ടി വരും. അപ്പോൾ ജീവിതശൈലിയുടെ ഭാഗമായിട്ടാണ് നടുവേദന വരുന്നത്. നമ്മുടെ ആഹാരക്രമവും ഒക്കെ നമ്മൾ നോക്കണം. അപ്പോൾ ഇതിനുപരിയായിട്ട് നമ്മൾ വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ട കാര്യമുണ്ടോ? ഇപ്പോൾ കിടന്നുകൊണ്ട് പുസ്തകം വായിക്കുക, ഒരു രീതിയിലേക്കുള്ള കുറേ ഒരു മാനറിസംസ് നമ്മൾ കൂടുതലൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്യണം എന്ന് പറയാറുണ്ട്. അപ്പോൾ അത് നമുക്ക് ഒന്ന് വ്യക്തമാക്കി ഏതൊക്കെ രീതിയിലായിരിക്കും നമ്മൾ കാരണം ഉണ്ടാകുന്ന നടുവേദന നമുക്ക് തന്നെ ഒഴിവാക്കാം എന്നുള്ള രീതിയിൽ എന്തൊക്കെ മാനറിസംസ് നമുക്ക് ഉപയോഗിക്കാം, എന്തൊക്കെ ചെയ്യാൻ പാടില്ല, ഡൂസും ഡോൺസുമായിട്ട് ഒന്ന് പറഞ്ഞു നിർത്താം. അതെന്ന് പറയുമ്പോൾ ബേസിക്കലി നെക്കായാലും ബാക്കായാലും പോസ്ചറാണ് അതിൻ്റെ മെയിൻ തിങ്. നമ്മൾ കിടന്നിട്ട് ബുക്ക് വായിക്കുക, അല്ലെങ്കിൽ ഇപ്പോൾ മെയിൻലി മൊബൈലും ലാപ്ടോപ്പും
ഇങ്ങനത്തെ സാധനങ്ങൾ നമുക്ക് അത് നമ്മൾ കംഫർട്ടബിൾ ടൈം അപ്പം നമുക്കൊരു സുഖം പൊസിഷനായിരിക്കും കഴുത്ത് ഇങ്ങനെ വെച്ചിട്ടും ചരിച്ച് വെച്ചിട്ടൊക്കെ ചെയ്യുമ്പോൾ. ബട്ട് അതിൻ്റെ എഫക്റ്റ് ലോങ് ടേം എഫക്റ്റ് ആയാലും അല്ലെങ്കിൽ നമ്മളത് ചെയ്തതിന് ശേഷമായിരിക്കും അതിൻ്റെ ദോഷം ഉണ്ടാക്കുന്നത്. അപ്പോൾ കറക്റ്റ് പൊസിഷനിൽ ഇരുന്നിട്ട് ചെയ്യുക. പോസ്റ്റർ എന്ന് പറയുമ്പോൾ കറക്റ്റ് രീതിയിൽ ബാക്ക് സപ്പോർട്ട് നടുവിന് വേണ്ടിയിട്ട് ബാക്ക് സപ്പോർട്ട് കൂടെയുള്ള ചെയറിൽ സ്ഥിരിക്കുക, അല്ലെങ്കിൽ ബാക്കിലൊരു പില്ലോ വെച്ച് നമുക്ക് നോർമലി ഇവിടെ ലംബാർസ് റീജിയനിൽ ഒരു കേവ് ഉണ്ട്, ആ കേവിനൊന്ന് മെയിൻറ്റെയിൻ ചെയ്യുന്ന രീതിയിൽ അവിടെ ഒരു തലാണ വെച്ചിട്ട് ബാക്ക് സപ്പോർട്ട് കൂടെ ഇരിക്കുക. അതൊക്കെ ചെയ്താൽ തന്നെ മോസ്റ്റ് ഓഫ് ദ ടൈംസ് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. പോസ്റ്റർ അഡ്ജസ്റ്റ്മെൻറ്റ് പ്ലസ് എക്സസൈസസ് അതൊക്കെ തന്നെ നമുക്ക് ഗുണമുണ്ടാക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഡൂസും ഡോൺസും ഒക്കെ നമുക്ക് പറഞ്ഞു കഴിഞ്ഞു. എന്തൊക്കെ മുൻകരുതലുകൾ വേണം, എന്തൊക്കെയാണ് നമ്മൾ ചെയ്യാൻ പാടില്ലാത്തത്, എന്തൊക്കെ ചികിത്സാ രീതികളാണ് നമുക്ക് അവലംബിക്കാൻ പറ്റുന്നത് എന്നിങ്ങനെ നടുവേദനയുടെ വിവിധങ്ങളായ വശങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ അറ്റൻഷൻ പ്ലീസിൽ നമ്മൾ ചർച്ച ചെയ്തത്. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ നിങ്ങൾക്ക് സംശയമുള്ള നിങ്ങളുടെ സംശയ നിവാരണത്തിനുമൊക്കെ ആയിട്ടുള്ള നല്ലൊരു വിഷയവുമായി വീണ്ടും കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയിൽ വിടവാങ്ങുന്നു. നന്ദി.